സർ, പഞ്ചാബിൽ ഇസ്ലാമിക കുടിയേറ്റം, ഇത്രയും അധികം ഇസ്ലാമിക കുടിയേറ്റം പഞ്ചാബിലുണ്ടാകാനുള്ള കാരണം എന്താ? പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഉത്തരാഖണ്ഡ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കുടിയേറ്റം എന്ന റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ശല്യം ഉണ്ടാകുന്നുണ്ട് അവർക്ക്. ഉത്തരാഖണ്ഡിലും സംശയമൊന്നുമില്ല. അതുപോലെ പിന്നെ വേണമെങ്കിൽ സംഭവിക്കാവുന്ന അസമിൽ നിന്നായിരുന്നു. ഇതൊരുപാട് ദൂരെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അത് കുടിയേറ്റം നടത്തിയവർ യൂറോപ്പിലൊക്കെ കാണുന്ന പോലെ കുടിയേറിയവരാണല്ലോ പിന്നീട് അവിടുന്ന് തന്നെ വിവാഹം ചെയ്തുമൊക്കെ ഇത് വലുതാക്കുന്നത്. കുടുംബമൊക്കെ ഒരുപാട് കുട്ടികളും കുടുംബങ്ങളും പരസ്പര വിവാഹങ്ങളും ഒക്കെ നടക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒക്കെ സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഈ കല്ല് പണിക്കാർ മുതൽ ലുധിയാനയിലെ ഫാക്ടറികൾ വരെ ഈ കുടിയേറ്റക്കാരുടേതായിട്ടുണ്ട്. കാരണം ചില ഫാക്ടറികളും കുടിയേറ്റക്കാർ തുടങ്ങിയിട്ടുണ്ട്, അവിടെ മുസ്ലിങ്ങൾക്ക് ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഉദാഹരണമായിട്ട് ഈ പഞ്ചാബിലെ ഭക്ത് ഗ്രർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൻ്റെ കഥ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 12 ലക്ഷം രൂപ മുടക്കി മസ്ജിദ് ഉമർ ബിൻ ഖാത്തീബ് എന്ന് പറഞ്ഞിട്ടൊരു മോസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും ഈ കുടിയേറ ഗ്രാമങ്ങളിലൊക്കെ മോസ്കുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളിലെങ്കിലും ഒരു മോസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ ഗ്രാമത്തിൽ 3500 മുസ്ലിം പേരാണ് ഉള്ളത്. അതിൽ 15 മുസ്ലിം കുടുംബങ്ങളെ ഉള്ളൂ, കുടിയേറിയവരാണ്. ഈ 15 മുസ്ലിം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോസ്ക് ഈ ഭക്ത്ഗർ ഗ്രാമത്തിൽ ഇപ്പോൾ പണിതുയർത്തി കഴിഞ്ഞു. അത് പല സ്ഥലത്തു നിന്നും സഹായം വന്നിട്ടുണ്ട്. അപ്പുറത്തെ ജില്ലകളിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്തു നിന്നുമൊക്കെ വന്നിട്ടുണ്ട് സഹായം. അങ്ങനെ പഞ്ചാബിലുടനീളം, പഞ്ചാബിൽ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ കോഴിക്കോട് നിന്നുള്ളൊരു സംഘടനയും ഈ മതം മാറ്റത്തിൽ ധാരാളമായിട്ട് പങ്കുചേരുന്നുണ്ട്. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ മീഡിയ വൺ, മറ്റേ മാധ്യമം തുടങ്ങിയ മാധ്യമങ്ങളൊക്കെയുള്ള ആ സംഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർക്ക് ധാരാളം ഉള്ളതായിട്ട് ട്രിബ്യൂൺ പത്രത്തിലൊക്കെ ഞാൻ വായിക്കാറുണ്ട്. സാധാരണ ധാരാളം മോസ്കുകൾ അതിർത്തിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് വേറൊരു കഥയാണ്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് പഞ്ചാബിലേക്ക്, അത് ഈ ചെറിയ സംസ്ഥാനങ്ങളിലൊക്കെ ഈ കുടിയേറിയിട്ട് ഡെമോഗ്രഫി മാറ്റുക എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് ഇപ്പോൾ, ഇസ്ലാമിക പദ്ധതി. പ്രത്യേകിച്ച് ഹിമാലയത്തിൻ്റെ താഴ്വരയിലൊക്കെയാണ്. അതിൽ ഉത്തരാഖണ്ഡ് വരും, ഹിമാചൽ പ്രദേശൊക്കെ വരും. നിയമസഭയിൽ കുറച്ചംഗങ്ങളുള്ള സ്ഥലങ്ങളിൽ അതാണ് ആ ഹിമാചലിലൊരു മോസ്കിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നത്. ഈ മോസ്ക് അനധികൃതമായിട്ട് പണിത് ഉയർത്തുന്നതുമൊക്കെ, പുതിയ നിലകൾ വരുന്നതുമൊക്കെ അത് വലിയ കോൺട്രവേഴ്സി ആയല്ലോ. അവിടെ കലാപം പോലെയൊക്കെ വന്നതാണ് അവിടെ. അപ്പോൾ ഇപ്പോൾ പഞ്ചാബിൻ്റെ ഈ ജനസംഖ്യ തന്നെയല്ല, ആകാശവും മാറുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് ഈ കുടിയേറ്റം വഴി. 2022 ഒരു സിഖ് കാരൻ 8 സെൻറ്റോളം ഭൂമി ഈ ഭക്ത്ഗഡിലെ മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്തു എന്ന് പറയുന്നു. ആ ഭൂമിയിലാണ് ഈ മോസ്ക് വന്നത്. മുമ്പ് അവർക്ക് അടുത്ത ഗ്രാമത്തിൽ 4 കിലോമീറ്റർ നടന്നു പോകേണ്ടിയിരുന്നു പ്രാർത്ഥനയ്ക്ക്. അത് ഒഴിവാക്കാനാണ് സ്വന്തം ഗ്രാമത്തിൽ തന്നെ. അങ്ങനെ കുറച്ച് ഓരോ ഗ്രാമങ്ങളിലേക്ക് കുടിയേറി അവിടെയൊക്കെ മോസ്ക് വരുന്നു. അപ്പോൾ ഈ അവിടുത്തെ ഒരു വെറ്ററിനറി ഡോക്ടർ മോട്ടി ഖാൻ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടുകളിൽ, പുറത്തു നിന്ന് സഹായം കിട്ടി മോസ്കിന്. മുസ്ലിങ്ങൾ പലപ്പോഴും ഈ ചില സീസണുകളിലെ ജോലിക്കാണ് ഇവിടെ വരുന്നത് ഗ്രാമത്തിൽ. പക്ഷെ ആ വരുന്ന സമയത്ത് അവർക്ക് പ്രാർത്ഥിക്കണമല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് മോസ്ക് ഇവിടെ സ്ഥാപിക്കാമെന്ന് വെച്ചത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ 6 ലക്ഷത്തോളം മുസ്ലിങ്ങൾ കുടിയേറിയതായിട്ടാണ് കണക്ക്. 2023 ഈ മോസ്ക് പണി തീർന്നത്. ഈ പ്രത്യേക ഈ
ഭക്ത്ഗർ ഗ്രാമത്തിൽ. ഈ പാടങ്ങളിൽ പണിയെടുക്കുന്നവരുണ്ട് കുടിയേറിയവർ. ലുധിയാനയിൽ വ്യവസായം നടത്തുന്നവരുണ്ട്. വിഭജനത്തിന് മുമ്പ് മോസ്കുകൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. വിഭജനം കഴിഞ്ഞ് ഈ പഞ്ചാബ് പാകിസ്ഥാനോട് അടുത്ത് കിടക്കുന്നതാണല്ലോ. അപ്പോൾ പഞ്ചാബിലുണ്ടായിരുന്ന മിക്കവാറും മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയിരുന്നു വിഭജന സമയത്ത് 1947. അങ്ങനെ കുറേ മോസ്കുകൾ പ്രാർത്ഥിക്കാൻ ആളില്ലാതെ പഞ്ചാബിലെ അതിർത്തി ഭാഗത്തൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ പുനരുദ്ധരിക്കുന്ന പരിപാടിയും നടക്കുന്നുണ്ട്, റിവൈവ് ചെയ്യുന്നുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറഞ്ഞ സംഘടനയുടെ നേതൃത്വത്തിലാണ്. അതിൻ്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത് 165 മോസ്കുകൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പുതുതായി ഉണ്ടായിട്ടുണ്ട്. പുനരുദ്ധരിച്ചവയും ആ കൂട്ടത്തിൽ പെടും. 5 കൊല്ലം കൊണ്ട് 165 മോസ്ക്. സിഖുകാരാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവർ കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ കുടിയേറുന്നു, വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നു. ഇപ്പോൾ ന്യൂസിലൻഡിലൊക്കെ കുടിയേറുന്നു, ന്യൂസിലൻഡ് നടപടികൾ എടുക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചിരുന്നു. അവിടെ നിന്നും തിരിച്ചയക്കാൻ പോകുന്നു ഇന്ത്യക്കാരെ, അമേരിക്ക ചെയ്ത പോലെ. കടലാസില്ലാത്ത ആളുകളുണ്ട്, കൂടുതലും പഞ്ചാബിൽ നിന്നാണെന്നൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കാനഡയ്ക്കും US ഒക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ വരുന്നത്. അപ്പോൾ 1990-കൾ മുതൽ സീസണൽ കുടിയേറ്റം ഉണ്ട് മുസ്ലിങ്ങളുടെ പഞ്ചാബിൽ, ചില സീസണുകളിൽ പണിയുള്ള സമയത്ത്. ഇപ്പോൾ കുടുംബം മൊത്തം ആണ് ഈ കുടിയേറുന്നത് പഞ്ചാബിലേക്ക്. തൊഴിലാളികൾ ഇല്ലാഞ്ഞിട്ടോ സർക്കാർ സ്പോൺസർ ചെയ്തിട്ടോ ആണെന്നുള്ള സംശയമുണ്ട്. പാപ്പിൻ്റെ സർക്കാരാണല്ലോ, അതിനു മുമ്പ് അകാലിദൾ സർക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ ആപ്പ് സർക്കാർ നന്നായിട്ട് ഇത് സ്പോൺസർ ചെയ്യുന്നുണ്ടോ, മമത ബംഗാളിൽ ചെയ്യുന്നത് പോലെ? അങ്ങനൊരു ചോദ്യമുണ്ട്. ഓരോ വർഷവും 4-5 മാസമാണ് ജോലിയുള്ളത്. ഭക്ത്ഗഡ് മോസ്ക് മൗലവി മുഹമ്മദ് നിസാമുദ്ദീൻ, അപ്പം പുതിയ മോസ്ക് പണിതല്ലോ അവിടുത്തെ മൗലവി മുഹമ്മദ് നിസാമുദ്ദീൻ ബീഹാറിലെ പൂർണിയയിൽ നിന്നുള്ള ആളാണ്. അവിടെ നിന്ന് കുടിയേറി വന്നയാളെയാണ് അവിടുത്തെ മോസ്കിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഈ കുടിയേറിയവർ പറയുന്നുണ്ട്, ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം ഞങ്ങൾക്ക് പറ്റിയതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സർവാർ ഗുലാം സത്ത എന്ന് പറഞ്ഞ ആൾ പറയുന്നുണ്ട്, പഞ്ചാബിലെ ഇസ്ലാമിക് വെൽഫെയർ സൊസൈറ്റി എന്ന് പറഞ്ഞവരുണ്ട് പഞ്ചാബിൽ, അതിൻ്റെ നേതാവാണ് അയാൾ, അതിൻ്റെ പ്രസിഡൻ്റാണ്. പഞ്ചാബ് ഇസ്ലാമിക് വെൽഫെയർ സൊസൈറ്റി, നോക്കൂ, അങ്ങനൊരു സൊസൈറ്റി തന്നെ രൂപീകരിച്ചിരിക്കുന്നു അവിടുത്തെ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി. അപ്പോൾ അങ്ങേര് പറഞ്ഞിട്ടുണ്ട് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെയാണ് കുറേ തൊഴിലാളികൾ ഉള്ളത്, തുണി നിർമ്മാണം. അത് ലുധിയാന, ചണ്ഡീഗഡ്, ജലന്ധർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് മുസ്ലിങ്ങളുടെ എണ്ണം, ജനസംഖ്യ ഇരട്ടിച്ചിട്ടുണ്ട് പഞ്ചാബിൽ. ജലന്ധർ ജമിയത്ത് ഉലമാ ഹിന്ദ് പ്രസിഡന്റ് മസ്ജിദ് ക്യൂബയാണ് ഇത് പറയുന്നത്, ഇരട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ സഹറാൻപൂരിൽ നിന്ന് മുഹമ്മദ് അഹദ് ലുധിയാന സഖ്യൻ വാലിൽ ഒരു ഫാക്ടറി തുറന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈബർ വേസ്റ്റുകളുണ്ടല്ലോ, കമ്പ്യൂട്ടറുകളൊക്കെ, അതിൻ്റെയൊക്കെയാണ് ചിലവാക്കുന്ന ഫാക്ടറിയൊക്കെയാണത്. 25 കൊല്ലമായി അയാൾ പഞ്ചാബിൽ വന്നിട്ട് ഈ വേസ്റ്റ് ബിസിനസ്സാണ് അയാൾക്ക്, ഇലക്ട്രോണിക് വേസ്റ്റ്. വാരാണസിയിൽ നിന്ന് 5 കുടുംബങ്ങളെ ഇപ്പോൾ അയാൾ കൊണ്ടുവന്നുണ്ട്, മുസ്ലിം കുടുംബങ്ങളെ. വാരാണസി മോദിയുടെ മണ്ഡലമാണല്ലോ, അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നുണ്ട് ഈ പണിക്ക് വേണ്ടിയിട്ട്. ആ ഫർണിച്ചർ പണിയിലും അവർ ഏർപ്പെടുന്നുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഈ അഹമ്മദിൻ്റെ ബാപ്പ മുഹമ്മദ് ഇർഫാൻ 65 വയസ്സുണ്ട്. ഷുഗർ മിൽ കോൺട്രാക്ടറായിട്ടാണ് വന്നത് പഞ്ചാബിലേക്ക്. 3 കുട്ടികളും പഞ്ചാബിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളായിട്ടാണ് ഇപ്പോൾ സെറ്റിൽ ചെയ്യുന്നത്. പിന്നെ ഉത്തർപ്രദേശ് 2011 സെൻസസ്, അതാണല്ലോ അവസാനം നടന്നത്. ഇനി അടുത്ത കൊല്ലം സെൻസസ് നടക്കും ഇന്ത്യയിൽ. 2011 സെൻസസ് അനുസരിച്ച് ഉത്തർപ്രദേശ്, ഹരിയാന, ബീഹാർ തുടങ്ങിയ സ്ഥലത്തു നിന്ന് പഞ്ചാബിലേക്ക് മുസ്ലിം കുടിയേറ്റം ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഉത്തർപ്രദേശിൽ നിന്ന് 6.5 ലക്ഷം പേര് വന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബീഹാറിൽ നിന്ന് 3.5 ലക്ഷം. 2023 രാജ്യസഭയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അതിന് കിട്ടിയ മറുപടിയിൽ 2011 ആയപ്പോൾ മുസ്ലിം കുടിയേറ്റക്കാർ 12,44,056 പേര്, 13 ലക്ഷത്തോളം പേര് ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പഞ്ചാബിലേക്ക് കുടിയേറിയിട്ടുണ്ട് എന്ന് രാജ്യസഭയിൽ ഉത്തരം കിട്ടിയിട്ടുണ്ട്. 13 ലക്ഷം പേര് വന്നിട്ടുണ്ട് പഞ്ചാബ് മൊത്തം പഞ്ചാബിലേക്ക് വന്നിട്ടുണ്ടെന്ന്. ചണ്ഡീഗഡിൽ 2,06,642 പേര്, 2 ലക്ഷം പേര് ചണ്ഡീഗഡിൽ തന്നെ. 1971 2,52,688 മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നത്. 2011 ആയപ്പോൾ 5,35,489 ആയിരുന്നു. അതാണ് ഇപ്പോൾ രാജ്യസഭയിലെ കണക്കിൽ 13 ലക്ഷം എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇരട്ടിച്ചു എന്നുള്ള കണക്ക് ശരിയാണ്. ഒരു സംസ്ഥാനം ഇങ്ങനെ സംസ്ഥാനങ്ങൾ മാറി മാറി ചെറിയ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.